അമ്മേ അമ്മേ അമ്മയ്ക്ക് എന്താ അമ്മേ പറ്റി? അമ്മയ്ക്ക് സംസാരിക്കാൻ പോലും പറ്റില്ലെന്ന് സരിയ എനിക്ക് ഫോൺ ചെയ്ത് എന്നോട് പുറപ്പെടാൻ പറഞ്ഞു. അയ്യോ എനിക്കൊന്നുമില്ലടാ. ഡോക്ടറെ അടുത്ത് പോയോ ഇല്ലയോ? ഇതിനെന്തിനായിട്ട് ഡോക്ടറൊക്കെ? എനിക്ക് പെട്ടെന്നൊരു തലവേദന, നെഞ്ചിനകത്തൊരു പടപടപ്പ്, അത്രേ ഉള്ളൂ. കുറച്ച് ചുക്ക് കാപ്പി വെച്ച് താടിയെന്ന് പറഞ്ഞു. അതിനുള്ളിൽ നിന്നെ വിളിച്ചു വരുത്തുമെന്ന് ഞാൻ കരുതിയോ? പിന്നെ എന്തിനാ നീ എന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് ഫോൺ ചെയ്തേ? നിനക്ക് വിവരമില്ലേ? ഇന്നലെ ഞാൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്നറിയോ? ആ സമയത്ത് ആവശ്യമില്ലാതെ ഫോൺ ചെയ്ത് കളിച്ചോണ്ടിരിക്കുകയാണോ നീ? അമ്മയുടെ കാര്യത്തിൽ ഇങ്ങനെ കളിച്ചാലുണ്ടല്ലോ. അയ്യോ ബലരാമ, എനിക്ക് സുഖമില്ലെന്ന് അവള് ഫോൺ ചെയ്തിട്ടല്ലേ നീ വന്നേ? ഇല്ലെങ്കി നീ വരില്ലല്ലോ. അമ്മയെക്കാളും നിനക്ക് ഡ്യൂട്ടി തന്നെയാ വലുതല്ലേ? അങ്ങനെയല്ലമ്മേ. നീ സരികയെ മനസ്സിലാക്കിയിട്ടില്ല, അത്രേ ഉള്ളൂ. ഇവിടെ നോക്ക്, നിന്റെ പിറന്നാൾ വരില്ലേ മോനെ, അതുകൊണ്ടാ നിന്നോട് ഫോൺ ചെയ്ത് വരാൻ പറഞ്ഞേ. ശരി വാ, അകത്തു വന്ന് നോക്ക് അവൾ എന്തുമാത്രം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. വാ, ഇതെല്ലാം നോക്ക് എന്തെല്ലാം കുസൃതികളെ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന്. നാട്ടിലുള്ള എല്ലാ സിനിമാക്കാരുടെയും ഫോട്ടോ കൊണ്ടുവന്ന് അതിലെല്ലാം നിന്റെ മുഖം വെട്ടി ഒട്ടിച്ചിരിക്കുക. ദേ നോക്ക്. ഓക്കെ സാർ, താങ്ക് യു സാർ. സരികെ എന്ത് ചെയ്തോണ്ടിരിക്കുക? കേക്ക് കട്ടിയാൻ വാ. I am busy with cooking, man. Don't disturb. ഇന്ന് ഞാനുണ്ടല്ലോ എന്റെ കൈകൊണ്ട് കുക്ക് ചെയ്തിട്ട് ഇയാളുടെ ബർത്ത്ഡേക്ക് വരുന്ന എല്ലാവരെയും കഴിപ്പിച്ചിട്ട് ഞെട്ടിക്കാൻ പോവാ. അവരത് കഴിച്ചിട്ട് ഇതാരാ ഉണ്ടാക്കിയതെന്ന് ചോദിക്കണം. അപ്പോ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ ഉണ്ടാക്കിയതെന്ന് ഇയാള് പറയണം. അങ്ങനെയോ? ശരി ശരി, നിന്റെ പാചകം നടക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു മൈ ലവ്. അമ്മ നില്ല് നില്ല്, നിങ്ങൾ അങ്ങോട്ട് പോണ്ട. പോ പോ പോ. എന്താടാ? നിങ്ങൾ പുറകോട്ട് വയ്ക്കോ. നത്തിങ്, ഒന്നുമില്ലമ്മേ. നോക്കിയോ നോക്കിയോ. ഹലോ, ഹാപ്പി ബർത്ത്ഡേ ബൽറാം. ആ പറയടാ. ബൊക്കെ കിട്ടിയല്ലോ അല്ലേ? ഇത് നിന്റെ ചെവിയിൽ വെക്കേണ്ടതല്ലേ? ഒരു തോട്ടം തന്നെ അയച്ചിട്ടുണ്ടല്ലോ. അല്ല, നീ വരുന്നില്ലേ? എനിക്ക് മേലോട്ട് പോകാൻ തിരക്കില്ലടാ ബൽറാം. ഡേയ്, നീ മേലോട്ട് പോകില്ലടാ, മണ്ണിനടിയിലേ പോകൂ. കമ്പനിക്ക് നീ എൻ്റെ കൂടെ വരുമല്ലോ അല്ലേ? ആദ്യം നിന്നെ അയക്കാടാ. നീ ചത്ത കൊള്ളിവെക്കാൻ ഞാനിവിടെ വേണ്ടേ? നീ പിറക്കാതിരുന്നെങ്കിൽ ഒരു ഈക്വലായ ശത്രു ഇല്ലാതെ എല്ലാം ബേസ്റ്റ് ആയി പോയേനെ ബൽറാം. ഗിഫ്റ്റായ ഒരു ഡയമണ്ട് നെക്ലസ് അയക്കുന്നു. ബെൽജിയം മേ. നിന്റെ ടീമിൽ ക്യൂട്ടായിട്ടൊരു ലേഡി ഇൻസ്പെക്ടർ വന്നിട്ടുണ്ടല്ലോ, അവൾക്ക് കൊടുത്തേക്കും. സന്തോഷിപ്പിക്കും നിന്നെ. സന്ധ്യ, നിനക്ക് ഓരോ നാട്ടിൽ ഒരു സെറ്റപ്പ് ഇല്ലേ? അവിടെ കൊണ്ട് കൊടുക്കടാ. വെക്കടാ, വെക്ക്. നിങ്ങൾ ഭയപ്പെടുന്നത് ശരിയാ. നിങ്ങളുടെ മകൻ ചെയ്യുന്നത് കൊലപാതകം. നിയമപ്രകാരം കടമയാണെങ്കിലും അവൻ ചെയ്യുന്നത് പാപമാണ്. ബ്രഹ്മഹത്യ ദോഷമൊക്കെ വന്നു ചേരും. അതിന് പ്രായച്ചിത്തം തീർച്ചയായും ചെയ്യണം. വരുന്ന പൗർണമിക്ക് പരിഹാരകർമ്മം ചെയ്ത് പാവപ്പെട്ടവർക്ക് വസ്ത്രധാരണം, 100 പേർക്ക് അന്നദാനവും ശിവക്ഷേത്രത്തിൽ വെച്ച് ചെയ്താൽ എല്ലാം ശരിയാവും. ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. നിങ്ങളുടെ പ്രാർത്ഥനയും ഭക്തിയും അവനെ രക്ഷിക്കും. ഓം നമഃശിവായ.